കൂടപ്പുറപ്പ് പോലെ കൊണ്ടുനടന്നതാണ്. നമ്മുടെ ഭാര്യയോട് തന്നെ ഇങ്ങനെയൊക്കെ എങ്ങനെ തോന്നിയെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് എല്ലാവരും പറയുന്നത്. എനിക്ക് കരയാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കാനോ ഒന്നും സമയമില്ല. ഈ സംഭവം നടക്കുന്നതിൻ്റെ അന്ന് ഞാൻ കേട്ടു. പിന്നാണ് അറിയുന്നത് ഈ 3 മാസം പ്രഗ്നൻ്റ് ആണെന്നൊക്കെ ഉള്ള കാര്യം. അപ്പോൾ ഈ കുഞ്ഞ് ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഒരു വിഷമം തോന്നി. കാരണം അതൊരു ജീവനല്ലേ. ഇത് എടുത്തു മാറ്റി നോക്കിയപ്പോൾ കാണുന്നത് തലച്ചോറും തലയോട്ടിയും ഹെൽമറ്റും മുടിയെല്ലാം കൂടെ കുഴഞ്ഞൊരു അവിയൽ പരുവത്തിൽ ഈ ബാഗിൽ നിറച്ച തലച്ചോറാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ പറ്റിയ ആൾക്കാർ മനുഷ്യന്മാർ തന്നെ. എന്നാൽ മനുഷ്യന്മാർ തന്നെയാണ് ഏറ്റവും വലിയ വിഷവും. കാരണം അതെന്ത് സംഭവം എന്ന് വെച്ചാൽ മാനിപ്പുലേഷനാണ്. പലയിടത്തുനിന്നും പല രീതിയാണ്. പക്ഷേ എനിക്കത് സന്തോഷമുള്ളൂ. കാരണം നമുക്ക് എല്ലാവരും തിരുത്താൻ പറ്റില്ല. അപ്പം മേ ബി ഈ ഒരു ജോലി കൊണ്ടായിരിക്കാം അവൾ പോയത്. മനസ്സിലായില്ലേ? എനിക്കിപ്പോൾ അവളെയും പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല. ഈ ആംബുലൻസിലേക്ക് വന്നത് ഈ ഹങ്ക് വിറ്റിട്ടാണ്. അതെ, ഈ ഹങ്ക് വിറ്റു. ആ പൈസ 3500 അന്ന് കിട്ടി. ആദ്യം പോയിട്ട് വേറെ കുറച്ച് ആഹാരം കഴിച്ച് വീട്ടിൽ വന്നിരുന്ന് ആലോചിച്ചപ്പം മനസ്സ് പറഞ്ഞു അവിടെ ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റിയൊരു ജോലി അതേ ഉള്ളൂ. അതെന്താണ് ഈ പറഞ്ഞ ആശുപത്രിയിൽ ഇത്രയും ദിവസം? അതെ അതെ, അത് മാത്രമല്ല, എനിക്ക് ഈ മെഡിക്കൽ ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണ്. മെഡിക്കൽ ഫീൽഡ് ഞാൻ ഒരു മനുഷ്യ സ്നേഹിയാണ്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ പറ്റിയ ആൾക്കാർ മനുഷ്യന്മാർ തന്നെ. എന്നാൽ മനുഷ്യന്മാർ തന്നെയാണ് ഏറ്റവും വലിയ വിഷവും. കാരണം അതെന്ത് സംഭവം എന്ന് വെച്ചാൽ മാനിപ്പുലേഷനാണ്. ഇപ്പം കാട്ടിൽ ജനിച്ചൊരു ആൾക്ക് അയാൾ മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യനാണോ അയാൾക്ക് അറിയില്ല. അയാളുടെ മൈൻഡിൽ എപ്പോഴും ആ ഒരു ചുറ്റുപാടാണ്. മനസ്സിലായില്ലേ? ഇപ്പം ഏറ്റവും കൂടുതൽ ഈ ഫീഡ് ചെയ്യാൻ പറ്റിയൊരു ടൈമാണ് ഈ ചെറുപ്രായം. ആ ടൈമിൽ കറുത്തവർ വെളുത്തവർ അഗ്ലി, മനസ്സിലായില്ലേ? ജനഗണമനയിൽ ആ പറയുന്ന എക്സാക്ട് തിങ് നമ്മുടെ തലയിൽ ഫീഡ് ചെയ്ത് തരുന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ എല്ലാവരെയും നോക്കിക്കാണുന്നത്. എല്ലാവർക്കും ഒരു ചിന്തയുണ്ട് നമ്മളെന്തോ വലിയ സംഭവമാണ്. ഒന്നുമില്ല, നമ്മളൊക്കെ ഒന്നുമില്ല. ഈ വാരണാസിയിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആ ശവങ്ങളൊക്കെ കത്തിക്കുന്ന കണ്ട് നിങ്ങൾ തോന്നിപ്പോ നമ്മൾ മനുഷ്യനൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല എന്നാൽ തിരുവനന്തപുരത്ത് ആ കേസ് എടുക്കാൻ പോയപ്പോൾ ആ കാട്ടിനുള്ളിൽ ഒരു പെൺകുച്ചി കിടക്കാണ്, പീഡിപ്പിച്ച് കൊന്നിട്ടേക്കാണ്. എന്തായിരുന്നു സംഭവം? എന്തായിരുന്നു? പീഡിപ്പിച്ച് കൊന്നാണ്. പീഡിപ്പിച്ച് കൊന്നു. അത് 2-2.5 ദിവസം പഴക്കമുണ്ട്. അപ്പോൾ ഞാനീ പറയുന്നുണ്ട്, ഇപ്പോൾ ഓരോരുത്തന്മാരൊക്കെ ഈ പല പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്നത് ചില ആമ്പിള്ളേർ ഡ്രസ്സ് ഇട്ടതിൻ്റെയാണ്. അവളുടെ ഡ്രസ്സിൻ്റെ രീതി കൊണ്ടാണ്, അല്ലെങ്കിൽ അവൾ മേക്കപ്പ് ഇട്ട് അവൾ നേവൽ കാണിച്ചു, അത് കാണിച്ചു, ഇത് കാണിച്ചു. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ തന്നെയാണോ പ്രശ്നം? എനിക്ക് പലപ്പോഴും അതൊന്നുമല്ല പ്രശ്നം. ഇവനെയൊക്കെ കൊണ്ടുവന്ന് ഇതേപോലൊരു കാര്യം കാണിച്ചു കൊടുക്കണം. മാനസിക വൈകൃതങ്ങളാണ്. അതെ, ഒരു ഇങ്ങനെ കിടക്കുന്ന ഒരു പെണ്ണിൻ്റെ അവസ്ഥ ഇവനെയൊക്കെ കൊണ്ട് കാണിച്ചു കൊടുത്താൽ പിന്നെ ഇവൻ മേലെ ഒരു പെണ്ണെ മോശമായിട്ട് നോക്കില്ല. ഞാൻ ഉറപ്പിച്ച് പറയാം. കാരണം ഇതൊക്കെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുക. എനിക്ക് തോന്നുന്നില്ല എങ്ങനെ ഈ പിഞ്ചു കുഞ്ഞിനോടും അല്ലെങ്കിൽ ഇതെന്ത് മനുഷ്യന്മാർ ഈ പറയുന്ന ആംബുലൻസിൽ ഇങ്ങനെ ഈ പറയുന്ന നമുക്കൊരു ഹാൻഡിക്യാപ്ഡ് ആണ്, അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നമുണ്ട്, ശാരീരിക പരിമിതികളുണ്ട്, അതിനെ മറികടക്കുന്ന ഒരു ജോലിയാണ് ആംബുലൻസ്. നമ്മൾ ചാടി നിൽക്കണം. അപ്പം എങ്ങനെയാണ് അവർ ആദ്യം ജോലി തന്നത്? എനിക്കിങ്ങനെ കാല് വയ്യാന്ന് അറിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളത്. പിന്നെ വണ്ടി ഓടിക്കുന്നത് കണ്ടും കേസ് എടുക്കുന്നത് കണ്ടും കേസിനെ കുറിച്ച് അറിയാവുന്നത് കൊണ്ടും മെഡിസിൻ പഠിച്ചത് കൊണ്ടും നമുക്ക് കാര്യങ്ങൾ അറിയാം. ഇപ്പോൾ ഒരു പേഷ്യൻറ്റിനെ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി എടുക്കുന്ന സമയത്ത് ഡോക്ടറോട് ചോദിക്കും ഡോക്ടറെ കണ്ടീഷൻ എന്താണ്. പക്ഷേ ഈ രൂപം കണ്ടിട്ടാണോ ചിലപ്പം ഒരു ആംബുലൻസ് ഡ്രൈവറെ കുറിച്ച് എല്ലാവർക്കും ഒരു ചിന്ത ഉണ്ടാവും. ഈ കേസിലൊക്കെ അകപ്പെട്ട് വേറെ ജോലിയൊന്നും ഇല്ലാതെ ചെയ്യുന്ന ജോലി അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാതെ പല ഡോക്ടേഴ്സും ഒന്നും മിണ്ടത്തില്ല. ഇവനെ എന്നോട് ചോദിക്കാൻ ആ ഒരു മൈൻഡിൽ പോകും. പക്ഷേ ചില ഡോക്ടേഴ്സ് പറയും ഇന്ന പോലെയാണ്, ഇന്ന കണ്ടീഷനാണ്, ഇത്രയിൽ വേണം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സാച്ചുറേഷൻ ലെവലായാലും അതുപോലെ തന്നെ വൈറ്റൽസ് ആയാലും ഇതെല്ലാം മാറ്ററാണ്. ലൈക്ക് ഇപ്പം ഞാൻ ഓടിക്കുന്ന ഒരു ബേസിക് ആംബുലൻസാണ്. അത് ലൈഫ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ O2 മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്ത് വരെ O2 സപ്പോർട്ട് വെച്ച് നമുക്ക് കൊണ്ടുപോകാം. വേറെ IC ആംബുലൻസ് പോലുള്ള ആംബുലൻസിൽ കാണുന്ന ഫെസിലിറ്റീസ് ഒന്നും ഈ പറയുന്ന ചെറുവണ്ടികളിലില്ല. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പേഷ്യൻ്റ് ട്രാൻസ്ഫറാണ്. എത്രയും പെട്ടെന്ന് പോവുക. കാരണം നമ്മൾ ഒരു ഡ്രൈവർ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരം ഒരു ഏരിയയിലൊക്കെ പോയി ഒരു വണ്ടിയിൽ 2 പേര് കാണും. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോഴും അവർക്ക് ചിലപ്പം ഒരു ഓട്ടോ ഒരാളെടുത്താൽ അടുത്ത ഓട്ടോ ആ പയ്യൻ എടുക്കും. അപ്പോൾ കിട്ടുന്ന പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ടാലി ചെയ്ത് എന്നിരുന്നാലും ദുരിതമാണ്. അത് കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടിരുന്നു. 4500 രൂപ കൊണ്ട് ഇന്നത്തെ കാലത്ത് ആൾ ജീവിക്കാൻ പറ്റില്ല. ഭയങ്കര പാടാണ്. ഞാൻ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിൽ തന്നെ പിടിച്ച് നിൽക്കുന്ന ആളുകൾ? ഇപ്പൊ പറഞ്ഞല്ലോ, കുറച്ചും പറഞ്ഞ പോലെ ആംബുലൻസ് ഡ്രൈവേഴ്സ് തന്നെ 3 തരം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഒന്ന് ശമ്പളം മേടിക്കുന്നവർ, ഒന്ന് ഈ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആംബുലൻസ് ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞാൽ മാസ ശമ്പളം മേടിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ അതിൽ കമ്പനി ബേസിൽ ആംബുലൻസിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് മാസം ഒരു ഫിക്സഡ് സാലറിയാണ്.
മനസ്സിലായി. ഓട്ടോ ഉണ്ടോ ഇല്ലെങ്കിൽ ഒരു ഫിക്സഡ് സാലറി ഉണ്ടാവും, പിന്നെ അതിൽ ചെറിയ ബാറ്റ ഉണ്ടാവും. പിന്നെ അടുത്ത വരുന്നൊരു കാറ്റഗറിയാണ് ബാറ്റയ്ക്ക് ഓടുന്നത്, ബാറ്റ. അപ്പം അതിൽ വേറെ വരുന്നതാണ് ഈ 108 ഓടുന്നവരെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കര പ്രിവിലേജ് ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഡ്യൂട്ടി കുറച്ച് അധികമാണെങ്കിലും മാസത്തിൽ 15 ദിവസം ജോലി ചെയ്താൽ മതി, 15-16 ദിവസം ജോലി ചെയ്താൽ മതി. അവർക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് അവർക്ക് ശമ്പളമായിട്ട് കിട്ടും. പക്ഷേ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആ ശമ്പളം വരെ കിട്ടുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. 108 പുതിയ സർക്കാർ വന്നിട്ടുണ്ട്, നടക്കട്ടെ. ഈ പറഞ്ഞ പോലെ ആംബുലൻസിൽ അവിടെ തിരുവനന്തപുരത്ത് നിന്ന് പോയി എടുത്തു, തിരുവനന്തപുരത്ത് പോയി ജോയിൻ ചെയ്തു. പിന്നീട് എപ്പോഴാണ് കൊച്ചിക്ക് വന്നത്? കൊച്ചിക്ക് വന്നത് ട്രിവാൻഡ്രത്ത് നിന്ന് ഞാൻ ആ പുള്ളിയുടെ അടുത്ത് നിന്ന് ഇറങ്ങിയായിരുന്നു. കാരണം പുള്ളി ആള് ഓക്കെ ആണെങ്കിലും നമുക്ക് ഈ ഒരു തിരുവനന്തപുരം സ്ലാങ് വെച്ചിരി, അപ്പോൾ അവർ എടുത്ത വയലെ തള്ളേകൊള്ളിന്ന് വിളിക്കുള്ളൂ. അപ്പോൾ ഓരോ രീതിയാണത്. അപ്പോൾ ആളിച്ചിരി ഒരു വല്ലാത്തൊരു ക്യാരക്ടറാണ്. അപ്പോൾ നമുക്ക് വണ്ടി പണിഞ്ഞു തരത്തില്ല, വണ്ടി ഒരു വല്ലാത്തൊരു കണ്ടീഷനിൽ ഓടിക്കണമെന്നായപ്പം ജീവനില്ലേ നമുക്കും. ഒരു ബ്രേക്ക് ചവിട്ടി കിട്ടാതെ ബ്രേക്കും എല്ലാം പൊട്ടി എവിടെയെങ്കിലും കൊണ്ടിടിച്ച ഒമിനിയാണ്, തീർന്നു പോകും. അപ്പോൾ അത് ഞാൻ വണ്ടി പണിഞ്ഞു തരാൻ പറഞ്ഞു. അപ്പോൾ വണ്ടി പണിഞ്ഞു തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരമായിട്ട് പറഞ്ഞു എനിക്ക് ലോൺ ഉണ്ട്, അതുകൊണ്ട് നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതം നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോകേണ്ട ആവശ്യം എനിക്കില്ല. കാരണം പുള്ളിക്ക് അപ്പം പൈസ കൊടുക്കണം, മനസ്സിലായില്ലേ? ഓട്ടം കഴിഞ്ഞ് വന്ന് അപ്പം പൈസ കൊടുക്കണം. അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അവിടെ നിന്ന് പിന്നെ തിരുവനന്തപുരത്ത് വേറെ സ്ഥാപനത്തിൽ കയറി. അവർ പിന്നെ എന്നോട് പറഞ്ഞു വണ്ടി കൊടുക്കാൻ പോവാണ്, ഞാൻ നിന്നെ വിളിക്കാടാന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടു. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നി, കാല് വയ്യാത്തതുകൊണ്ട് പെട്ടെന്ന് കേസുകൾ എടുക്കാൻ പറ്റത്തില്ല എന്നൊരു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കൊല്ലത്തൊരു ഓർഫനേജിൽ നമ്മുടെ ഈ സൈക്കാട്രിക് പേഷ്യൻസിനെ നോക്കുന്ന അവിടെ നിന്ന്. അവിടെ അടിപൊളിയാണ്, നല്ല വലിയ ഓട്ടോ കാര്യങ്ങളൊന്നുമില്ല, ഒരു ഫിക്സഡ് എമൗണ്ട് ആയ സാലറി. പക്ഷേ ഗവൺമെൻറ് എന്തോ ഓർഡർ വന്നപ്പോഴത്തേക്ക് ഇവരെന്നെ അവിടെ നിന്ന് മാറ്റി. ഇപ്പോൾ കാലിന് പ്രശ്നം ഉണ്ടായതുകൊണ്ട് അവിടെയും നിൽക്കാൻ പറ്റില്ല. പിന്നെ കുറേ നാൾ വീട്ടിൽ ഇരുന്നപ്പോഴാണ് ഇതുപോലെ ആലുവയെന്ന് വിളിക്കുന്നത്, കേരളയിൽ നിന്ന് വിളിച്ച് ഞാൻ വന്ന സമയത്ത് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. കാരണം കേസെടുക്കാൻ പറ്റുമോ, പല ഹോസ്പിറ്റലുകാരും കേസ് തരാത്തൊരു സാഹചര്യത്തിലെത്തി. കാരണം എന്നെ കൊണ്ട് പറ്റുമോ, പോകാൻ പറ്റുമോ, പേഷ്യൻറ്റിനെ ക്യാരി ചെയ്യാൻ പറ്റുമോ, സമയത്ത് എത്തിക്കാൻ പറ്റുമോ എന്നൊക്കെ. പിന്നെ നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്തു സമയത്ത് എത്തിക്കാം. ഈ പറഞ്ഞ മെഡിസിൻ പഠിച്ചത് വലിയൊരു ഗുണമാണല്ലേ പല ആക്സിഡന്റ്. അതെ, ഭയങ്കര. ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ശരിക്കും പറഞ്ഞാൽ ഈ വെളിനാട്ടിലൊക്കെ ഒരു പേഷ്യൻറ്റിനെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. തീർച്ചയായും. ഒരിക്കലും ഈ ഷട്ടയെ പിടിച്ച് വലിച്ചു പൊക്കിയോ ഒന്നുമല്ല. പ്രോപ്പറായിട്ട് സ്പൈൻ ബോർഡ് ഇട്ട് ആളെ പ്രോപ്പറായിട്ട് എടുത്ത് കിടത്തി കോളർ കാര്യങ്ങളെല്ലാം ഇട്ട് അവർ ശരീരത്തിനെ മാക്സിമം എത്രയും ടൈ ചെയ്ത് പ്രോപ്പറായിട്ട് വെക്കാവോ അത്രയും പ്രോപ്പറായിട്ട് വെക്കുക. പിന്നെ പൾസ് കാര്യങ്ങൾ നോക്കുക. നമ്മുടെ നാട്ടിൽ അത് നടക്കില്ല. നമ്മുടെ നാട്ടിലൊരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ എടുക്കാന്ന് പറഞ്ഞെടുത്ത് കയറ്റി. അതെന്താണെന്ന് വെച്ചാൽ ജീവൻ അവർക്കും ഈ പറഞ്ഞ ആ ഒരു സിസ്റ്റം നമ്മൾക്ക് എത്തിയിട്ടില്ല, ശരിക്കും എത്തിയിട്ടില്ല. അതാണ് ആളുകൾക്ക് അവയറല്ല. ആളുകൾക്ക് ഇത്രയേ ഉള്ളൂ, ഈ ജീവൻ രക്ഷിക്കണം, എങ്ങനെയും എത്തിക്കണം. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ബൈക്ക് ആക്സിഡൻറ്റ് പറ്റിയൊരു പയ്യൻ, അപ്പോൾ അവൻ ഓൾറെഡി ഇവിടെ ഒരു ഇഞ്ചുറി ഉണ്ട് നെക്കിൽ. അപ്പോൾ ഈ നെക്ക് കോളർ ഇട്ടാൽ മാത്രമേ നെക്ക് അനങ്ങാതിരിക്കുള്ളൂ. പെട്ടെന്ന് കുറച്ച് പേര് വന്നിട്ട് ഇയാളെ പൊക്കിയെടുക്കുക, ഈ കഴുത്ത് സ്വാഭാവികമായിട്ട് ബാക്കിലോട്ട് പോവുക, പൊട്ടൂലേ? അല്ല, അത് മെഡിക്കൽ ഫീൽഡ് ഇപ്പം അറിയാവുന്നതുകൊണ്ടും ഇതുങ്ങൾ. പക്ഷെ നമ്മൾ ഇപ്പം എൻ്റെ ക്യാമറമാൻ ചേട്ടന് ഞാനൊരു ദിവസം ഇതുപോലെ തന്നെ പോയപ്പോൾ ഒരു ആക്സിഡൻറ്റ് കണ്ടു. ഞങ്ങൾ പിടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു വേണ്ട, ഹോസ്പിറ്റലിൽ നിന്ന് ആൾ വരട്ടെ. അപ്പം എന്നെ സംബന്ധിച്ച് പെട്ടെന്ന് അയ്യോ, ഞാൻ ആലോചിക്കണം അതായത് ഇത്രയും നമ്മളിങ്ങനെ ആളുകളോട്ടൊക്കെ സംസാരിച്ച് നമുക്ക് വലിയ വിവരം ഉണ്ടെന്നാണ് നമ്മുടെയൊക്കെ ഒരു വിശ്വാസം. മനസ്സിലാവുന്നുണ്ടോ? അതല്ല അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഞാൻ പറയും അയാളെ ഒന്ന് എങ്ങനെയാണ് രക്ഷിച്ചത്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേ, അതല്ലേ ഏറ്റവും അത്യാവശ്യം. അപ്പോഴാണ് പറഞ്ഞത് അല്ല, നമ്മൾ എന്തെങ്കിലും എടുത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ ചിലപ്പോൾ ഒരു പ്ലാസ്റ്റർ ഇടേണ്ട കാര്യമായിരിക്കും. ഇപ്പം ഞാനൊരു കാര്യം പറയാം, ഇവിടെ കലൂർ ഒരു ബസ് കേട്ടൊരു പയ്യൻ ബസ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ പിറത്തൂടാണ് ബസ് കയറി. അപ്പോൾ തലയുടെ മണ്ടയിൽ കൂടെ ബസ് കയറുന്നത്. അപ്പം സീഷർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. സീഷർ അടിച്ചു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് വരും വായിന്ന്. ഈ ഫ്ലൂയിഡ് ലങ്സിനുള്ളിലൊക്കെ പോയി കഴിഞ്ഞാൽ ചോക്കിങ് വരും, എഡിമ വരും. മനസ്സിലായില്ലേ? അപ്പോൾ പ്രോപ്പർ ബ്ലഡിൽ O2 സപ്ലൈ കുറവാണെങ്കിൽ ആൾ മരിച്ചു പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സീഷർ വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ലെഫ്റ്റ് സൈഡിലോട്ട് ചരിച്ചു കിടത്തും. എന്തിനാ ചരിച്ചെടുത്തെന്ന് വെച്ചാൽ ഈ ഫ്ലൂയിഡ് ലങ്സിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നേരെ കിടന്നാൽ ഇത് ഫ്ലൂയിഡ് മൂക്കിനകത്ത് പോകും. അല്ലെങ്കിൽ ഈ ഒരു പാസേജ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഈസോഫാഗസ് ലാരിസിന് ആ ഒരു പാസേജ് ഓപ്പണിങ്ങാണ്. ഏതെങ്കിലും ഒരു പക്ഷേ ആ ഒരു ലങ്സിലുള്ള പാസേജ് ഓപ്പൺ ആയിട്ട് ഈ ഫ്ലൂയിഡ് അതിന് ഉള്ളിൽ പോയാൽ ആൽവിയോളൈസിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എയറിനെ എടുക്കുക എന്നുള്ളതാണ്. അവിടെ ഫ്ലൂയിഡ് നിറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മെക്കാനിസം നടക്കില്ല. അങ്ങനെ നടക്കാതിരുന്നു കഴിഞ്ഞാൽ ആൾക്ക് ചോക്കിങ് വരും, പെട്ടെന്ന് ശ്വാസം കിട്ടാത്ത അവസ്ഥ. അത് കഴിഞ്ഞാൽ പിന്നെ എഡിമയാവും, പിന്നെ ആൾ മരിച്ചു പോകും. ബ്ലഡിൽ ഓക്സിജൻ ലെവൽ കുറഞ്ഞിട്ട് ആൾ മരിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് സീഷർ വന്നു കഴിഞ്ഞാൽ ആളെ എപ്പോഴും ഇങ്ങോട്ട് ചരിച്ച് കിടത്തുക. ചാവി ഒന്നും എടുത്ത് കൊടുക്കേണ്ട, കൈക്ക് ചാവി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫിക്സ് വന്നു കഴിഞ്ഞാൽ അടുത്തിരുന്ന് പിടിച്ചാൽ മാത്രം മതി, കുറച്ച് നേരം പിടിച്ചാൽ മാത്രം മതി.
ആൾ ഓക്കെ ആയിക്കോളും. പിന്നെ അതുപോലെ തന്നെ ആക്സിഡൻറ്റ് പറ്റും ബ്ലീഡിങ് ഉണ്ടാകുന്ന അവസ്ഥ. ഇപ്പം ഒരു ഇൻസിഡൻ്റ് അല്ല, ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറയാം. ഇപ്പോൾ ഒരു കാറ് ഇടിച്ച ആൾക്ക് വേറെ പരിക്കൊന്നുമില്ല, തലയ്ക്കൂടെ ചെറിയൊരു മുറിവുണ്ട്, ഇവിടെ നിന്ന് ഒരു കീറലുണ്ട്, ഇതിൽ നിന്ന് ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾക്ക് ഷാളുണ്ട്, ഈ ഷാൾ വെച്ച് മാക്സിമം സ്റ്റഫ് ചെയ്യുക, ഉള്ളിലേക്ക് സ്റ്റഫ് ചെയ്തിട്ട് അമർത്തി പിടിക്കാൻ പറയുക. കാരണം നമ്മൾ എത്രത്തോളം ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്നു അത്രത്തോളം ആളെ രക്ഷപ്പെടുത്താൻ. ഞാൻ ആ കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ ഇത് കണ്ടിരുന്നു. എനിക്കൊരു ആശയം വന്നു, നിങ്ങൾക്കിത് ഇപ്പോഴത്തെ ഞാൻ അങ്ങനെയല്ല പറയുന്നത്, ഇപ്പോഴത്തെ ഒരു സർക്കാരിനോട് അല്ലെങ്കിൽ ഒരു മിനിസ്റ്ററിനോട് സംസാരിച്ചിട്ട് ആളുകൾക്ക് ഇത്ര അവയർനെസ് കൊടുക്കുന്നത് നല്ലതാണ്. അതായത് ഞാൻ പറഞ്ഞ കേൾക്കൂ, ശ്രദ്ധിക്കൂ, നമ്മളുടെ കവലകളില് ഓട്ടോക്കാര് ചേട്ടന്മാര്, നമ്മൾ ജംഗ്ഷനിൽ ഏറ്റവും കൂടുതൽ സത്യം പറയാം, ഈ ജംഗ്ഷനുകൾ പോലുള്ള സ്ഥലങ്ങളില്ലേ, അല്ല ഈ ഓട്ടോക്കാരന്മാര് ചേട്ടന്മാരില്ലേ, അവരാണ് ഏറ്റവും കൂടുതൽ ആളുകളുടെ അടുത്ത് ഹോസ്പിറ്റലിൽ. അതെ, അവർക്കൊരു ഇത് കൊടുത്തുകൂടെ, അവയർനെസ്. ഞാൻ ഈ പറയുന്നത്, ഈ പറഞ്ഞ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഇത് ഇന്ന പോലെയാണ്, ഇത് കാണുന്ന, ഇത് ഞാൻ പറയുന്ന ഒരു പ്രോഗ്രാം പോലെ സർക്കാർ ഒരു പദ്ധതി പോലെ കൊണ്ടുവന്നാൽ നല്ലതല്ലേ? താങ്കൾക്ക് അറിയുന്ന പോലെ എല്ലാവർക്കും അറിയണമെന്നില്ല, ആർക്കും അറിയുന്നില്ല. ഇപ്പോൾ താങ്കളെ പോലെ ഇപ്പോൾ പുതുതായിട്ടൊരാൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡ്രൈവർ വന്ന് ആംബുലൻസ് ഓടിച്ചാലും മെഡിക്കലിനെ കുറിച്ച് അറിയണമെന്നില്ല. മനസ്സിലായോ? അപ്പം അതുപോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചെറിയ ചെറിയ രീതിയിൽ തുടങ്ങിയാൽ അത് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് അപകടങ്ങളിലെ ആ ഒരു ഇഞ്ചുറിയുടെ ആഴം അല്ലെങ്കിൽ ആ ഒരു മരണത്തെ തടയാനും ഒക്കെ നമുക്ക് സാധിക്കും. അതാണ് നമ്മൾ പറഞ്ഞു വന്നേ. ഓക്കെ, അതിനൊരു ഉദാഹരണം, ഈ ആലുവയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പ്, 2 പയ്യന്മാർ പഠിച്ചൊരു കേസ്. അപ്പോൾ അതിൽ ഒരു പയ്യനെ ഞാൻ എടുത്തത്. അപ്പോൾ അന്ന് നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ആംബുലൻസ് ഡ്രൈവേഴ്സ് മാത്രമല്ല, നമ്മളൊരു അന്നാണ് ശരിക്കും ഞാൻ പറയട്ടെ, ഈ ഹോസ്പിറ്റലിൽ ഞാൻ അന്ന് ആ ഒരു പയ്യനെ അവിടെ എത്തിക്കുന്ന ടൈമിലാണ് കാർഡിയാക് അറസ്റ്റിലോട്ട് പോകുന്നത്. പക്ഷേ ICU ആംബുലൻസിൽ ഒരു പയ്യനെ ആദ്യം കൊണ്ടുവരുന്നു, ആ പയ്യൻ രക്ഷപ്പെട്ടു. ഇതിന് താഴെ വേറൊരു പയ്യൻ, ആ പയ്യൻ പോയി തെറിച്ച് വീണത് ഒരു പെണ്ണിൻ്റെ ഫ്രണ്ടിലാണ്. ആ പെണ്ണ് ഇപ്പോഴും ഒരു ട്രോമയാണ്. ആ ഒരു എൻ്റയർ ഡേ, ആ ഒരു രാത്രി ഫുള്ള് ഈ പെണ്ണ് എന്നോട് കരഞ്ഞ് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഈ പെണ്ണ് ഈ ഇൻസിഡൻറ്റ് കണ്ട് ഈ പെണ്ണിൻ്റെ ഫ്രണ്ടിൽ ഈ പയ്യൻ വന്ന് വീണ് തല പൊട്ടി. അപ്പോൾ ഈ ചോര ഇങ്ങനെ തലയിൽ പൊക്കൊണ്ട് പെണ്ണ് കണ്ടുകൊണ്ടിരിക്കുക. പെട്ടെന്ന് റോഡിലിറങ്ങി എല്ലാവരും കൈ കാണിച്ച് വെച്ചിട്ട് ആരും വണ്ടി നിർത്തിയില്ല. ആ കുട്ടി എന്നോട് ചോദിക്കുന്നുണ്ട്, എന്തൊരു മനുഷ്യന്മാരാ ചേട്ടാന്ന്. അന്ന് ഞാൻ ഈ കേസെടുക്കാൻ വേണ്ടി ഞാൻ വന്ന സമയത്ത് ആ ട്രോളി, ഞാൻ ഒറ്റയ്ക്കാണല്ലോ, ഈ ട്രോളി നമുക്ക് താത്തിരുത്തണം. ഒരാളെ, അത്രയും ആൾക്കാർ അവിടെ നിന്നിട്ട് ഒരാളെ വിളിച്ചിട്ട് ഒരാൾ പോലും വന്നില്ല. അതിനെപ്പറ്റിയൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാരണം അതൊക്കെ ഭയങ്കര വിഷമം തരുന്നൊരു കാര്യമാണ്. അത് എനിക്കെൻ്റെ പേഴ്സണൽ അനുഭവം ഉണ്ടായി. എങ്ങനെയല്ല കേട്ടോ, എൻ്റെ കാല് ബൈക്ക് ആക്സിഡൻറ്റിൽ ഇങ്ങനെ വട്ടത്തിൽ കീറിയത് ഈ പ്രദേശം. ഇതുപോലെ രാവിലെ ഒരു 8:30 ആയപ്പോഴാണ് ഇൻഫോ പാർക്കിൻ്റെ ഒക്കെ അവിടെ വെച്ചിട്ടായിരുന്നു. അപ്പം ഓപ്പോസിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒത്തിരി വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ പെണ്ണായതുകൊണ്ടാണെന്നാണ് എൻ്റെ കൂടെയുള്ളവരൊക്കെ പറയുന്നത്, നിന്നെ പെട്ടെന്ന് ആൾക്കാർ സഹായിക്കാൻ വന്നു. അല്ല, എനിക്ക് ആ സ്പോട്ടിൽ എനിക്കിങ്ങനെ വീണപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ കാലിന് എന്തോ പറ്റിയിട്ടുണ്ട്. ഞാൻ ഒറ്റ ഇത് ഇവിടെ നിന്ന് മാത്രമേ കാണുന്നുള്ളൂ. ഇവിടെ നിന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തോ പറ്റി. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഒടിഞ്ഞു പോയി, കാരണം വേദനയില്ല, മരിച്ചുപോയി. അപ്പോൾ അത് പോയി, കാല് പോയി. ഞാൻ അതിനെ ഉൾക്കൊണ്ടിട്ട് ഞാൻ ആശുപത്രി പോകണമല്ലോ, ബാക്കി പോർഷൻ നമുക്ക് റെഡിയാണല്ലോ, വേറെ ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ളത് ഒരു മൈൻഡ് സെറ്റ്. അങ്ങനെ വെച്ചിട്ട് ഒറ്റ കരച്ചിൽ വെച്ച് കൊടുത്തു ഞാൻ. അയ്യോ, എന്നെ ആരെങ്കിലും രക്ഷിക്കോ, എൻ്റെ വീട്ടുകാർ വന്ന് എന്നെ ബാക്കി നോക്കിക്കോളൂ, എന്നെ ഒന്ന് ആശുപത്രിയിൽ എത്തിച്ചാൽ മതി. എൻ്റെ ബോധമാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ബോധം. എൻ്റെ കാർച്ച കണ്ടിട്ടാണെന്ന് തോന്നുന്നു, പോയ വണ്ടികളെല്ലാം ചാക്കോടെ നിർത്തി എന്നെ അപ്പം തന്നെ ഒരു വണ്ടിക്കകത്തെടുത്തിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞത്, എനിക്ക് ആ ഒരു ബോധമുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് ബോധമില്ലെങ്കിൽ എന്നെ ആരും രക്ഷിക്കുന്നത്? ഈ പെണ്ണ് പറഞ്ഞ അതേ അവസ്ഥയിൽ വണ്ടി കാണിക്കുന്നു, ആരെങ്കിലുമൊക്കെ ഒന്ന് നിർത്തുന്നു, കൊണ്ടുപോകുന്നു. പലപ്പോഴും ഇന്ന് തന്നെ ആ വണ്ടിയെ കയറ്റിക്കൊണ്ട് പോയ വണ്ടിക്കാരൻ ആരാന്ന് എനിക്ക് ഇന്നും അറിയില്ല കേട്ടോ. അയാളോട് ഒത്തിരി ഞാൻ സംസാരിച്ചു. ഞാൻ ചോദിച്ചു, ചേട്ടാ എൻ്റെ കാല് മുറിച്ച് കളയോ ചേട്ടാ, എന്നെ കൊല്ലുവോ ചേട്ടാ, ഞാൻ മരിച്ചു പോകും. അങ്ങനെയുള്ള കുറേ ഇൻസിഡന്റ് ഉണ്ട്. കാരണം ഒരു കാര്യം തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കും ചിലർ. ഞാൻ ചോദിക്കാൻ കാരണം എനിക്ക് അവിടെ ചെല്ലുന്നോടം വരെ ബോധം പോകരുത്. നമ്മളിതൊക്കെ സിനിമയിലല്ലേ കണ്ടിട്ടുള്ളൂ, റിയൽ ലൈഫിൽ ആദ്യമായിട്ടല്ലേ. ഇനി തലക്കടി കിട്ടിയിട്ട് ഞാൻ ബോധം പോവോ? അപ്പം എൻ്റെ പേര് പറയുന്നു, എനിക്ക് ആരൊക്കെ ഉണ്ടെന്ന് പറയുന്നു, ചേട്ടാ എന്നെയൊക്കെ സ്വീകരിക്കാൻ വരും, എൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് പറയുന്നു, ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇന്നൊക്കെ ഞാൻ ബോധത്തിലാണ്, എനിക്ക് പേടിയായിരുന്നു. ഇതാണ് മനുഷ്യൻ്റെ ഒരു അവസ്ഥ. ഓക്കെ, നമ്മൾ അന്ന് ആ കേസും കൊണ്ട് ഞാൻ രാജഗിരി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരു 10, 45, 50 പേരുണ്ട് ഈ 3 പേർക്കിടയിൽ പരിശ്രമിക്കുകയാണ്. അതിലാദ്യം കൊണ്ടുപോയ പയ്യൻ രക്ഷപ്പെട്ടെങ്കിലും ബാക്കി കിടക്കുന്ന 2 പേരെ ആ ഒരു 1 മണിക്കൂറോളം CPR കൊടുത്തുകൊണ്ടിരിക്കുക അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അന്നാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അന്ന് ആ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, അവരുടെ ഒരു കഷ്ടപ്പാടും. കാരണം ഓരോ ഡോക്ടർമാർ ആ ടൈമിൽ എന്തൊക്കെ കാര്യങ്ങൾ, നേഴ്സുമാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചറവറ ഓടുക. അപ്പോൾ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് കാര്യം എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പെട്ടെന്ന് തന്നെ എത്തിച്ചു. പക്ഷേ ഞാൻ അവിടെ കൊണ്ട് ഇറക്കിയപ്പോൾ തന്നെ അറസ്റ്റിലോട്ട് പോയി പയ്യൻ. അല്ലായിരുന്നെങ്കിൽ എങ്ങനെങ്കിലും, പക്ഷെ അവർ മാക്സിമം അവർ പരിശ്രമിച്ചു, കിട്ടിയില്ല. അങ്ങനെയൊക്കെയുള്ള കേസുകളും. അല്ല, നമ്മളിപ്പം ഈ ഒരു ഇതിലേക്ക് വരുമ്പോൾ ഇവിടെ വന്നു, എറണാകുളത്ത് വന്നു, ഇങ്ങനെയെല്ലാം ചെയ്തു. ഈ ഭാര്യ
ഡിവോഴ്സ് അല്ലല്ലോ നിങ്ങൾ? അല്ല, കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ, കോടതിയിലാണ്. അപ്പം നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയത്താണോ ഈ റീസെൻ്റ് ആയിട്ട്? അല്ല, ഞാൻ പറഞ്ഞില്ല, ഈ 1 വർഷം ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ആൾ പിന്നെ വന്നു എൻ്റെ അടുത്ത്. അപ്പോഴാണ് ഞാൻ ഈ ഇൻഫ്ലുവൻസിങ് ലെവലൊക്കെ ആയത്. അപ്പോൾ ആൾ കരഞ്ഞുകൊണ്ട് അടുത്ത് വന്നു, എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എൻ്റെ വീട്ടിൽ നിന്നും ആളുടെ വീട്ടിൽ നിന്നും ഈ അളിയെന്ന് പറഞ്ഞ ഈ കൊച്ചുമൊക്കെ എന്നോട് പറഞ്ഞു, പോട്ടളിയാ, ക്ഷമിക്ക്, തെളിവൊന്നും ഇല്ലല്ലോ. അന്നും അവളുടെ പോയിൻ്റ് അതായത് തെളിവില്ല, മനസ്സിലായില്ലേ, എനിക്ക് കാണിച്ചു കൊടുക്കാൻ തെളിവില്ല. ആ ഒരു ലെവൽ പോയിൻ്റ് ഇരിക്കുമായിരുന്നു. പക്ഷെ അന്ന് 2-3 ഫോട്ടോസ് എൻ്റെ ഉണ്ടായിരുന്നു. പക്ഷെ ആളാരാന്നോ പേരെന്താണെന്ന് എനിക്കറിയില്ല. അന്ന് അത് കാണിച്ചിട്ട് ഞാൻ അവിടെ ചോദിച്ചപ്പോഴത്തേക്ക് അവളൊരു പമ്മലൊക്കെ ആക്കിയിട്ട് പറഞ്ഞ്, ഇല്ല അങ്ങനൊന്നും ഇല്ല, എന്നോട് ക്ഷമിക്ക്, ഇനി ഉണ്ടാവില്ല, ഒരു ജീവിതം വേണമെന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു, ശരി കുടുംബമല്ലേ, ഓട്ടെ എന്ന് പറഞ്ഞാൽ ക്ഷമിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഞാൻ ഈ ജോലി ചെയ്യുന്ന പൈസയുടെ 3/4 ഭാഗം അവൾക്ക് വേണ്ടി ചിലവാക്കിയിട്ടുള്ളത്. ഓരോ വിശേഷ ദിവസം വരുമ്പോൾ ഞാൻ ഓരോന്നൊക്കെ ഇരുന്ന് ഹാമ്പറായാലും ഫോട്ടോസ് ആയാലും, എന്നെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാർക്ക് അറിയാം ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്. അന്ന് കുറച്ച് നാൾ കഴിഞ്ഞ്, ഈ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എന്ന് വെച്ചാൽ ഈ ഒരു ഫെബ്രുവരി ഒക്കെ കഴിയപ്പോൾ എന്നോട് കൂട്ടുകാരൻ പറഞ്ഞാൽ ഒരാളിങ്ങനെ വൈഫിനെ കാണാൻ വരുന്നുണ്ട് എൻ്റെ. അല്ല, പുള്ളിക്കാരി വൈറ്റിലയിലാണ്, ഞാനിവിടെ ആലുവയിലാണ്. കാരണം എനിക്കിവിടെ റൂം ആംബുലൻസ്, നമുക്ക് ജോലി അതാ, ഈ ലീവൊക്കെ എടുത്ത് എപ്പോഴും പോകാനൊന്നും പറ്റില്ല. കാരണം നമ്മൾ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ എന്താ പറയുക, ഒരു മാരേജ് ലൈഫ് അല്ലെങ്കിൽ എല്ലാം സാക്രിഫൈസ് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു ജോലിക്ക് വേണ്ടി ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. എന്നാലും കേൾക്കുന്നത് പലയിടത്തുനിന്നും പല രീതിയാണ്. പക്ഷേ എനിക്കത് സന്തോഷമുള്ളൂ, കാരണം നമുക്ക് എല്ലാവരും തിരുത്താൻ പറ്റില്ല. അപ്പം മേ ബി ഈ ഒരു ജോലി കൊണ്ടായിരിക്കാം അവൾ പോയത്, മനസ്സിലായില്ലേ. എനിക്കിപ്പോൾ അവളെയും പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആളടുത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് അതെ, ഇന്നലെ ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു. ഒരു സ്ത്രീ എഴുതിയേക്കുന്നു, 2 മണിക്കാണ് അദ്ദേഹം വരുന്നത്, ജോലി കഴിഞ്ഞിട്ട് ഡ്രൈവർ എന്തോ ആണ്, അപ്പോഴും ഫോണിൽ ആരെങ്കിലും ഉണ്ടാവും, നേരം വെളുക്കുമ്പോൾ പോകും, പക്ഷെ നമുക്ക് ലൈഫ് എന്ന് പറഞ്ഞ ഒരെണ്ണം ഉണ്ട്. പക്ഷേ എൻ്റെ കേസ് അങ്ങനെ അല്ലായിരുന്നു. അവള് എന്നെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ എന്നെ ഇവിടുത്തെ കാണാം. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ ഞാൻ ഒന്നും പറയത്തില്ല, മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കണമെന്ന് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണമെങ്കിലും പോകാനൊക്കെ റെഡിയാണ്. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ ഒരു കൂട്ടുകാരെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി, ഇപ്പോൾ ഇവനാണോ എന്ന്. അപ്പോൾ ഇവനോട് ചോദിച്ചപ്പം എല്ലാം നല്ല പക്ക അഭിനയം, പക്ക സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ പക്ക സ്ക്രിപ്റ്റ്. പക്ഷേ എവിടെയോ വെച്ച് ഒക്കെ പാളിയെന്ന് പറഞ്ഞാൽ വേറൊരു ആംബുലൻസ് ഡ്രൈവർ ഇവനെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അവനെ സ്പോട്ട് ചെയ്തു നമ്മുടെ ഒരു കൂട്ടുകാരൻ. എടുത്ത് പറഞ്ഞാൽ ഇന്ന ടീഷർട്ട് ഇട്ടെടുത്തതുകൊണ്ട് കൂടെ. അപ്പോഴാണ് എനിക്ക് കത്തിയത് ഇവനാ. അപ്പോൾ ഞാനിത് മനസ്സിലിട്ടു. അപ്പോൾ ഇവള് വരുമ്പോഴൊക്കെ അറിയാമല്ലോ, നമ്മൾ ഈ സത്യം അറിഞ്ഞു വെച്ചിട്ട് അവൾ പറയുന്ന കള്ളം കേൾക്കുന്നത് ഭയങ്കര സുഖമുള്ളൊരു കാര്യമാണ്. എന്നിട്ട് ഞാൻ ക്ഷമിച്ചു, കഴിക്കാനൊക്കെ മേടിച്ചു കൊടുക്കും, പറഞ്ഞു വിടും. അപ്പോഴും നമുക്ക് ചോദിക്കാൻ പറഞ്ഞ് എനിക്ക് സംശയമാണെന്ന് പറയും, ഞാൻ സംശയരോഗിയാണെന്ന് പറയും, മനസ്സിലായില്ലേ. ഇവരുടെ ഒരു പ്രത്യേകത അതാണ്. അവസാനം കുറേ നാളിരുന്ന് ശേഷം ഇവന് ഈ ആംബുലൻസ് സർവീസിൽ ഇവിടെ ജോയിൻ ചെയ്യാൻ വന്നപ്പോഴാണ് ഞാൻ വിളിച്ചിട്ട് അവൻ്റെ ഫോൺ ചെക്ക് ചെയ്തത്. ഇൻസ്റ്റഗ്രാം എടുക്കാൻ വന്നപ്പോഴേ ആൾ ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് പോയിട്ട് വന്നതൊന്നുമില്ല. പിന്നെ ഞാൻ വിളിച്ച് റൂമിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ഫോൺ കാണാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇവരിങ്ങനെ ചാറ്റിങ്, കുറേ നാളുകളായിട്ട് ഇങ്ങനെ ചാറ്റിങ്. അപ്പോൾ അതിൽ കുറേ മെസ്സേജസ് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചങ്ക് പൊളിഞ്ഞു പോയി. കാരണം നമ്മൾ കൂടപ്പുറപ്പ് പോലെ കൊണ്ടു നടന്നവനാണ്. അപ്പം നമ്മുടെ ഭാര്യയോട് തന്നെ ഇങ്ങനെയൊക്കെ എങ്ങനെ തോന്നിയെന്ന് എല്ലാവരും പറയുന്നുണ്ട്, അതിനെക്കുറിച്ചാണ് എല്ലാവരും പറയുന്നത്. അന്ന് അവൻ്റെ ഫോൺ ഞാൻ മേടിച്ച് വെച്ച് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ സാറിനോട് കാര്യം പറഞ്ഞാൽ സാറ് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല ഇതിനകത്ത്, അവനെതിരെയോ അല്ലെങ്കിൽ അവൾക്കെതിരെയോ കേസെടുക്കാനൊന്നും പറ്റില്ല, നമുക്ക് വേണമെങ്കിൽ ഡിവോഴ്സിന് കൊടുക്കാം, ഫോൺ നീ തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവൻ മോഷണ കേസിന് കംപ്ലയിൻറ്റ് കൊടുത്താൽ നീ അകത്ത് പോകുന്നു. അപ്പോഴും ആലോചിക്കണം, അപ്പോഴും പഴി നമുക്കാണ്. ശരി ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു, അപ്പോഴത്തേക്കും വണ്ടി എടുത്തുകൊണ്ട് പൊക്കളഞ്ഞു. അപ്പോൾ ഇവിടെ സിമ്മ് ഞാൻ ഒരു മിനിറ്റിലാണ് കൊടുത്തത്. അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടേക്കുന്നു, ഫോൺ വിളിച്ച് കിട്ടുന്നില്ല, പക്ഷേ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടേക്കുന്നു. ഞാൻ പറഞ്ഞു ഫോൺ വന്ന് മേടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ഒന്ന് ഫോൺ മേടിക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, നീ എങ്ങനെ വന്നത്? അത് ഊബറിലാണ് വന്നത്. അവൾ എന്നോട് ഉണ്ടായിരുന്നു, നീ കണ്ടില്ലേ? ആ ഒരു അഹങ്കാരത്തിൽ എന്നോട് പറയാം, നീ കണ്ടില്ലേ? എന്നാൽ അവിടെ കിടന്ന് ഇടിയായി പ്രശ്നമായി. അത് കഴിഞ്ഞിട്ട് അവൾ പോയി. അന്നേരം ഇവൻ്റെ വീട്ടിൽ ഞാൻ അറിയിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെ വീട്ടിൽ ഞാൻ പയ്യന്മാരെ വിട്ട് അറിയിക്കാനുള്ള ലെവലാക്കിയിട്ട് ഞാൻ പറഞ്ഞിട്ട്, ഞാൻ കാരണം അവരറിയണ്ട, എന്നെങ്കിലും അവരറിയും. അപ്പോൾ ഇവരുടെ കല്യാണം ഈ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു. ആ ഫോട്ടോയാണ് നിങ്ങൾ കണ്ടതിനകത്ത്. അപ്പോൾ ആരോടും പറയാതെ പോയി കല്യാണം കഴിച്ചു. അപ്പോൾ ലീഗലി രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല, കാരണം ഡിവോഴ്സിൻ്റെ കേസ് നടക്കുന്നുണ്ട്, ലീഗലി രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ലിവിങ് ടൂതറായിട്ട് അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയിട്ട് ജീവിക്കാം. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്ക് ഇവൾ വീട്ടിലറിഞ്ഞു. ഇവരെന്തോ സ്റ്റോറി എടുത്തിട്ട് വീട്ടിലറിഞ്ഞു. ഇവരുടെ അമ്മ വിളിച്ചു, ചേച്ചി വിളിച്ചു, ചേച്ചിനെ കെട്ടാൻ പോകുന്ന പയ്യൻ വിളിച്ചു. അപ്പോൾ എല്ലാവർക്കും ഞാനിങ്ങനെ മറുപടി കൊടുത്തോണ്ടിരിക്കുക. അവർക്കറിയാമായിരുന്നോ വിജയുടെ ഭാര്യ? എന്നെ അറിയാം. അല്ല, വിജയുടെ ഭാര്യയായിരുന്നു. അല്ല, അവർക്ക് അറിയാവുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഈ ഫോട്ടോ കണ്ട് സംഭവം അറിഞ്ഞതിന് ശേഷമാണ്. കാരണം ഞാൻ ഇവൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ദേഷ്യവും വിഷമമായിപ്പോയി.
മനസ്സിലായില്ലേ? കാരണം ഞാനേ പെട്ടിരിക്കുമായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് കൂടെയാണ് ഇവനും വന്ന് പെട്ടത്. അപ്പോൾ ഇവനൊരു വാക്ക്, എനിക്ക് അവനോട് ദേഷ്യം എന്ന് വെച്ചാൽ ഇവനൊരു വാക്ക് എന്നോട് പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവം ഉണ്ട്, അവളൊരു താല്പര്യം കാണിച്ചു വരുന്നുണ്ട്, ഞാൻ എന്താക്കുന്നുണ്ട് എന്നോട് ചോദിക്കാനുള്ള മര്യാദ എല്ലാവർക്കും ഉണ്ട്. കാരണം നമുക്കും കൂട്ടുകാരന്മാരുണ്ട്, ഭാര്യമാരുണ്ട് അവർക്ക്. നമ്മളിതുവരെയും ഒരാളെടുത്തും പോയിട്ട് അതിരുവിട്ട് സംസാരിക്കാനോ, ഇപ്പോൾ ഞാനൊരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഭാര്യ ആ പെണ്ണ് ഫുഡ് വിളമ്പുകയാണെങ്കിൽ ഞാൻ ആ പെണ്ണ് മുഖത്ത് പോലും നോക്കില്ല. കാരണം നമുക്ക് ചടപ്പാണ് ഭയങ്കര, സംസാരിക്കാനൊന്നും തോന്നില്ല. പിള്ളേർ വല്ലതും ഉണ്ടെങ്കിൽ പിള്ളേരുടെ അടുത്ത് കളിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഞാൻ ആരെടുത്തും അങ്ങനെ സംസാരിക്കാനോ ഉണ്ടാകാൻ ഞാൻ പോകില്ല. അപ്പോൾ അത്രയും ആ ഒരു ക്യാരക്ടർ നമ്മുടെ. കാരണം നമ്മളങ്ങനെയല്ല വളർന്നു വന്നത്. ഒന്നാമത്തെ കാര്യം പെണ്ണുങ്ങളുമായിട്ട് അങ്ങനെ ഇടപഴകി വലിയ ശീലമില്ല എനിക്ക്. കാരണം എപ്പോഴും നമ്മൾ ഈ ചെറുപ്പകാലം തൊട്ടേ ക്ഷമിക്കാനുള്ള ഒരു താങ് ഇത്രയും ജീവിതത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവനൊരു ഒരു ഗുണ്ടനെയൊക്കെ വിട്ട് എന്നെ സംസാരിപ്പിച്ചായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, എടാ ഇന്ന പോലെയൊക്കെയാണ് കാരണങ്ങൾ, ഇത്രയൊക്കെ പഠിച്ചാൻ പോയിട്ടും ആ പഠിത്തമൊക്കെ ഇവള് കാരണം കളഞ്ഞിട്ട് ഞാൻ വന്ന് ഇപ്പോൾ ആംബുലൻസ് ഓടിച്ച് ഞാൻ എൻ്റെ ജീവൻ നോക്കുന്നു. അപ്പം അവൾ പറയുന്നത് എന്നെ കൊള്ളത്തില്ല, ഞാൻ മോശമാണ്, കറുത്തിട്ടാണ്. നിങ്ങൾ കുറച്ച് മുമ്പ് പറഞ്ഞില്ല റേസിസം, അത് എല്ലായിടത്തും എനിക്ക് കിട്ടിയിട്ടുണ്ട്, എല്ലായിടത്തും. സ്വന്തം ഭാര്യയെപ്പോലെ കണ്ട ഒരാളുടെ അടുത്ത് നിന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പെയിനാണ്. അതിൻ്റെയൊക്കെ ട്രോമ ഇപ്പോഴും മൈൻഡിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇന്നത്തെ ഈ നിമിഷത്തെ ബോധമല്ല നാളെ ചിലപ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഗ്രോയിങ് ആണ്. പറഞ്ഞ പോലെ ഈ ആംബുലൻസ് ഓടിച്ച് ഒരുപാട് പേര് കയ്യിൽ കിടന്നും നമ്മൾ കണ്ട്, നമ്മൾ നിങ്ങളുടെ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട്, ഒരു ഹാങ് ചെയ്തൊരു പയ്യനെ എടുത്തുകൊണ്ട് പോയിട്ട് വൈകുന്നേരം ആ ബോഡി ആയിട്ട് തിരിച്ചു വന്നപ്പോൾ ആ അമ്മ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പം, അതായത് ജീവന്റെ വില അറിയാവുന്നത് കൊണ്ടാണ് നമുക്ക് ഇവരോടൊക്കെ ഒന്ന്. അതെ, ഞാൻ ഇപ്പോഴും പറയുന്നൊരു കാര്യം, നമ്മൾ ഈ ആംബുലൻസ് ഡ്രൈവേഴ്സ് സത്യം പറഞ്ഞാൽ നമുക്ക് ജീവൻ രക്ഷിക്കാൻ അറിയുള്ളൂ, നമുക്കത് എടുക്കാൻ അറിയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഭയങ്കര വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലി ഇതും കിട്ടിയ ജീവിതം അതും, അപ്പോൾ എല്ലാം കൂടെ ഞാൻ പറയണത്. ഇപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെയൊക്കെയുള്ള റീസൺ കൊണ്ട് സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് പേര്. പക്ഷേ പെണ്ണ് പോയെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ചെറുക്കം കളഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നത് സത്യം പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ക്ഷമയോടെ ഇരിക്കുക. അപ്പോൾ എന്നെ പലരും പറഞ്ഞിട്ടുണ്ട്, വെള്ളം അടിക്കുക, ഒന്ന് വെള്ളം അടിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങണം, റെഡിയാവും. പക്ഷേ ഇതുവരെ ഒരു സാധനം യൂസ് ചെയ്തിട്ടില്ല. ഇതുവരെ ഞാൻ ഇരിക്കും, ഒരിടത്തിരുന്ന് ചിന്തിക്കും എന്തിനി അടുത്തത് ചെയ്യാൻ പറ്റും. പണ്ട് ഞാൻ എനിക്ക് പലപ്പോഴും ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നൊരു ഇതുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്വപ്നം കണ്ടാൽ നമ്മൾ ബിൽഡ് ചെയ്യും, ഇത് പൊട്ടിപ്പോവും, ആൾക്കാർ നമ്മളെ കളിയാക്കും. അല്ല, പൊട്ടിപ്പോവും, ആൾക്കാർ കളിയാക്കും എന്നൊരു ചിന്തയുണ്ട്. അല്ല, പൊട്ടിപ്പോലെ നമ്മൾ എവിടെയാ വരുന്നത്? ആദ്യം നിന്ന സ്റ്റേജിൽ. ഇത് ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണല്ലോ. അതെ, സത്യം പറഞ്ഞാൽ ഈ എക്സ്പീരിയൻസ്ഡ് ആണല്ലോ. വേദന സഹിച്ച് ഇപ്പം ഒന്നും ഒരു പ്രശ്നമില്ലാത്ത ലെവലിൽ സത്യം പറഞ്ഞാൽ കരയാൻ പോലും തോന്നാത്തൊരവസ്ഥയാണ്. ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ ഞാൻ പറഞ്ഞില്ല, അനൂപ്, അവനൊക്കെ വിളിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ കരയാൻ പോലും തോന്നില്ല. എനിക്ക് കരയാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കാനോ ഒന്നും സമയമില്ല. ഈ സംഭവം നടക്കുന്നതിൻ്റെ അന്ന് ഞാൻ കേസെടുത്തു എൻ്റെ ആംബുലൻസിൽ. ഈ സംഭവം നടക്കുന്ന അന്ന് ആലോചിക്കണം, അത്രയും ഹാർട്ട് ബ്രേക്ക് ഇടുന്ന സമയത്തും കേസെടുത്തു. അതെ, ഞാൻ പറഞ്ഞില്ലേ, ഒരു 100-110 വണ്ടി പോകുന്ന ടൈമിലും എനിക്ക് ആ ചിന്തയേ ഇല്ല. ഞാൻ അപ്പോഴും റോഡിൽ നോക്കിയിട്ട് വണ്ടിയിൽ ആ സമയത്ത് ഒരു കൊച്ചിൻ്റെ കേസ് എടുക്കണേ, സർജറിയുടെ. അത് ഇവിടുന്ന് ലിസിയിൽ കൊണ്ടുള്ള കേസാണ്. അപ്പോൾ അവിടെ സർജറി ഉള്ളതെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുവന്നു. 2 നേഴ്സുമാരുണ്ടായിരുന്നു കൂടെ. അപ്പോൾ അവരെന്നോട് ചോദിച്ച്, എങ്ങനെയാടാ ഇങ്ങനെ വണ്ടി ഓടിക്കാൻ പറ്റുന്നതെന്ന്. കാരണം എൻ്റെ മൈൻഡിൽ ആ കിടക്കുന്നത് എൻ്റെ കുഞ്ഞാണ്. തീർച്ചയായും ഞാനത് തന്നെയാണ് പറയുന്നത്. റോളുകൾ ചിലപ്പോൾ മാറും, പക്ഷെ ആളുകൾ നമ്മളാണെന്ന് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ചിലർക്ക് ഡൗട്ട് തോന്നും, ഈ മുടന്തി പോകുമ്പോഴും അല്ലെങ്കിൽ കാലുവേദന ഇങ്ങനെ നടന്നു പോകുമ്പോഴും തോന്നും ഇവനെ കൊണ്ട് ഇത് പറ്റൂ എന്ന് തോന്നും. പക്ഷേ അവരോടൊക്കെ ഞാൻ പറയും, ജസ്റ്റ് വന്ന് ആംബുലൻസിൽ ഇരിക്കും, ഒരു കേസ് എടുക്കാൻ വന്ന് വണ്ടിയിലൊന്നും. അല്ല, അതിന് ആദ്യം എന്നോട് തന്നെ പറഞ്ഞതിൽ ഒരു മറുപടി ഉണ്ട്. മനുഷ്യൻ ചെറുതിലെ ഫീഡ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇവരെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ, ഇവനെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ എന്നുള്ളൊരു ഫീലിംഗ് വീട്ടുകാർ പറയുന്ന മനസ്സിലായോ? തീർച്ചയായും. ഈ കുഞ്ഞുങ്ങൾ എവിടെ നിന്നാണ് വളരുന്നത്, കുഞ്ഞുങ്ങൾ എവിടെ നിന്നാണ് കേൾക്കുന്നത്? സൊസൈറ്റി, സറൗണ്ടിങ്സ്, എപ്പോഴും സറൗണ്ടിങ്സ് ആണ്. അല്ലാണ്ട് അതുങ്ങൾ എന്ത് ഗ്രാസ്പ് ചെയ്യുന്നതാണ്? ഒരു മൗഗ്ലി നമ്മൾ കാണുന്നൊരു കഥാപാത്രമാണ്, അതിന് സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? മൗഗ്ലി കാട്ടിലാ ചോദിച്ചത്, സറൗണ്ടിങ്സിൽ വേറെ അതിന്റെ വായില് കുരങ്ങന്റെ സൗണ്ടും. അതാണ് പറയുന്നത്, നമ്മുടെ സറൗണ്ടിങ്സിൽ എന്താണോ നമ്മളെ ഫീഡ് ചെയ്യുന്നത്, എന്താണോ നമ്മുടെ പേരൻസ് ഫീഡ് ചെയ്യുന്നത്, അത് തന്നെയാണ് ഇനി ഇന്നത്തെ ഒരു തലമുറ കുറെ കൂടെ അഡ്വാൻസ്ഡ് ആവുന്നുണ്ട്. ഒരിക്കലും ഇനി അങ്ങോട്ട് വരുന്ന തലമുറ വല്ലാത്തൊരു തലമുറ. ആരോടും ഒരു ഫീലിങ്സ് ഇല്ല, ആർക്കും ആരോടും ഒരു കണക്ഷനും ഇല്ല, ഫീലിങ്സും ഇല്ല. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അതിൽ നിന്ന് റിക്കവർ ആകാൻ പറ്റും എനിക്ക് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ അടുത്തത് എന്താ സിറ്റുവേഷൻഷിപ്പ്, എന്തൊക്കെ ഷിപ്പുകളാണ് ഇപ്പോൾ. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ഞാൻ അങ്ങനെ ഷിപ്പുകൾ കേട്ടിട്ടില്ല. നമ്മുടെ കാലഘട്ടത്തിൽ ലെറ്ററുകളാണ്. ഒന്നൊന്നും അമ്പലത്തിൻ്റെ മൂലയ്ക്കോ വക്കിലോ ഒക്കെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ സന്തോഷമാണ്.
മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ മാറി. അല്ല നമ്മളെ ഇപ്പോഴും ഞാൻ അതിനൊറ്റ ചോദ്യമുള്ളൂ, നമ്മൾ ആദ്യകാലം ഉപയോഗിക്കുന്ന ഫോണല്ല നമ്മുടെ കയ്യിലിരിക്കുന്നത്, അഡ്വാൻസ്ഡ് വേർഷനാണ്. അപ്പോൾ അഡ്വാൻസ്ഡ് ആകുമ്പോൾ എല്ലാത്തിലും ഇതുണ്ടാവും. കുറേ കൂടെ ആളുകൾ പ്രൈവസിക്ക് ഇത് കൊടുക്കുന്നുണ്ട്, മാറ്റേഴ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരുടെയും ലൈഫ് ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിലാണ് ഇടുന്നത്. വളരെ കുറച്ച് പേരാണ് പ്രൈവസിയെ മാനിക്കുന്നവരുള്ളൂ. അതൊക്കെയാണ് ലൈഫ്. അല്ല, ഞാനിത് സോഷ്യൽ മീഡിയ ഇടത്തില്ലായിരുന്നു. ഞാൻ ഇട്ടതിന് വേറൊരു കാരണമുണ്ട്. കാരണം എല്ലാവരോടും എന്നെക്കുറിച്ച് മോശം പറഞ്ഞു നടക്കുക, എല്ലാവരോടും. അല്ലെങ്കിൽ അവൾക്കും അവനും പറയാം തെറ്റ് പറ്റി. അവൻ പക്ഷേ രണ്ടുപേരത്തെങ്കിലും പറഞ്ഞു അവന് തെറ്റ് പറ്റിയെന്ന്. ഇവളങ്ങനല്ല, എല്ലായിടത്തും മോശം പറയാം. എന്നാൽ ഇവൾക്കറിയാം അവളുടെ മിസ്റ്റേക്ക് ഉണ്ട്. ഈ കുറച്ച് ദിവസം മുമ്പ് എന്നെ വിളിച്ചത് മാപ്പ് പറഞ്ഞിട്ടിരിക്കുക. വിളിക്കുന്നുണ്ട് ഇപ്പോഴും? അല്ല, എന്നെ വിളിച്ചു. ലാസ്റ്റ് ഒരു ദിവസം വിളിച്ചു. ഈ കല്യാണം കഴിഞ്ഞിട്ടോ? കല്യാണം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് ആൾ പ്രഗ്നൻ്റ് ആണല്ലോ. അപ്പോൾ പ്രഗ്നൻ്റ് ആണോ? പ്രഗ്നൻ്റ് ആണ് ആൾ 3 മാസം. അപ്പോൾ 4 ഫെബ്രുവരി മാസം തൊട്ട് ആൾ പ്രഗ്നൻ്റ് ആണ്. ആ പ്രഗ്നൻസിയും വെച്ചുകൊണ്ടാണ് എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നത്. ഒരു സമയത്ത് ഇപ്പോൾ എൻ്റെ അടുത്ത് വരാതായി. ആൾ ഫുഡ് കഴിക്കാതായി, മേടിച്ചു കൊടുത്താൽ വേണ്ടെന്ന് പറയുക. അപ്പോൾ ഞാൻ മെഡിസിൻ പഠിച്ച് എനിക്കറിയാമല്ലോ. അപ്പോൾ ആൾ ഒട്ടും പ്രതീക്ഷയില്ല നമുക്ക് ഇത്ര കാര്യങ്ങളൊക്കെ അറിയാവുന്ന. ഒരു ദിവസം ബെൽറ്റ് എന്തോ കെട്ടിക്കൊണ്ടെന്ന് ചോദിച്ചു, എന്തോ നമ്മൾ നടുവേദനയാണെന്നോ. അതിനുശേഷം പിന്നെ ആൾ വരുന്നില്ല, എന്ത് ചെയ്തിട്ടും വരുന്നില്ല. ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയുമ്പോഴോ വേണ്ട വരണ്ട, ഞാൻ അങ്ങോട്ട് നമുക്ക് ഇടയ്ക്ക് കാണാം എന്നൊക്കെയുള്ള രീതി ഇങ്ങനെ തട്ടി വിടുമ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട്. പിന്നെയാണ് അറിയുന്നത് ഈ 3 മാസം പ്രഗ്നൻ്റ് ആണെന്നൊക്കെ ഉള്ള കാര്യം. അപ്പോൾ ഈ കുഞ്ഞ് ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഒരു വിഷമം തോന്നി. കാരണം അതൊരു ജീവനല്ലേ. നമ്മളൊക്കെ എന്തോരം കുഞ്ഞുങ്ങളെ അടുത്ത് ഓടിയേക്കണമെന്ന് അറിയാം. എന്തോരം ജനിച്ച് വെറും 4 ദിവസമായ കുഞ്ഞിനെ ഞാൻ ഇവിടുന്ന് എടുത്ത് കളമശ്ശേരിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അയ്യോ, അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പോലീസ് എസ്കോർട്ടൊക്കെ പറഞ്ഞത്. കാരണം ബേസിക് ആംബുലൻസാണ്. എനിക്ക് പറ്റുമോ എന്ന് തോട്ട് എൻ്റെ മനസ്സിൽ വന്നിട്ട് ഞാൻ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട്, സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് എങ്ങനെ പോയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഓരോ വണ്ടിയൊക്കെ വരുമ്പോൾ എവിടെയൊക്കെ ഗ്യാപ്പ് കിട്ടും അവിടെയൊക്കെ കുത്തിക്കയറ്റി ഞാൻ ആ കൊച്ചിനെ അന്ന് ഹോസ്പിറ്റലിലത്തെ കൊച്ച് രക്ഷപ്പെട്ടു. അതൊരു ബംഗാളി ഫാമിലിയുടെ കൊച്ചാണ്, നോർത്ത് ഇന്ത്യൻസിൻ്റെ കൊച്ചാണ്. അപ്പോൾ അവരുടെ ആ കരച്ചിലും വണ്ടിയിൽ നിന്നുള്ള കരച്ചിലും എല്ലാം കൂടെ കാണുമ്പോൾ നമുക്കങ്ങ് ടോട്ടലി ഭ്രാന്താവും. പിന്നെ എന്താ ചെയ്യാന്ന് അറിയില്ല, എനിക്കറിയില്ല. എന്താ ഒരു ബാധ കയറി നടക്കാൻ പിന്നെ. അല്ല, ഈ ജോലിയും അങ്ങനെ ഒരു ഇതാണല്ലോ. ഞാൻ പറഞ്ഞില്ല, എനിക്കറിയാം ഒരുപാട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ട്. പല ചാനലുകളിലായിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് ഞാൻ കണ്ടിരുന്നു ഇൻ്റർവ്യൂസ് കണ്ടിരുന്നു. എനിക്കതൊന്നും കേൾക്കാനുള്ളൊരു ത്രാണിയുള്ള ഒരാളല്ല. ഞാൻ ഭയങ്കര വീക്കായിട്ടുള്ള. എനിക്കൊരു ആക്സിഡൻറ്റ് കാണാൻ പോയിട്ട് ഞാൻ പറയില്ല, നിങ്ങളൊരു കാര്യം പറയുമ്പോഴത്തേനും നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞില്ല, ആ പുറയിലിരിക്കുന്ന നമ്മളാണെന്ന് ചിന്തിക്കുമ്പോൾ, നിങ്ങൾ ഈ പറയുന്ന ആക്സിഡൻറ്റ് എനിക്ക് പറ്റിയ പോലെ വന്ന് ഞാൻ, അതായത് സിനിമ കാണുമ്പോൾ അത് സിനിമയാണെന്ന് പോലും ചിന്തിക്കാതെ അയ്യോ പൊത്തോന്ന് കാണുന്നതാണ് ഞാൻ. അതായത് എല്ലാവരും ഇപ്പൊ ഈ ആക്സിഡന്റിനെ കുറിച്ച് പറയുന്നുള്ളൂ. ഇപ്പൊ ഈ പാലാരിവട്ടത്ത് ഒരു ചേച്ചിയുടെ കൊണ്ടേ ടോറസ് കയറിയിട്ടുണ്ടായിരുന്നു കുറച്ച്. ഇതൊക്കെ പറയല്ലേ, പറയുമ്പോ തന്നെ പെരുത്ത് കയറുന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഈ ടാർപ്പ് ഇട്ടേക്കുക, ഫ്ലെക്സ് ഇട്ടേക്കുക, എൻ്റെ മണ്ടേ കൂടെ മറ്റേ ഫ്ലെക്സിന്റെ ബോർഡിന്റെ ഇത് അഴിച്ചിട്ട് മണ്ടേക്ക് ഇട്ടേക്കുക. ഇത് എടുത്തു മാറ്റി നോക്കിയപ്പോൾ കാണുന്നത് തലച്ചോറും തലയോട്ടിയും ഹെൽമറ്റും മുടിയെല്ലാം കൂടെ കുഴഞ്ഞൊരു അവിയൽ പരുവത്തിൽ ഈ ബാഗിൽ നിറച്ച തലച്ചോറാണ്. മനസ്സിലായോ? ബാഗ് നിറച്ച് എനിക്ക്. അപ്പോൾ ഇത്രയും ജനങ്ങൾ അവിടെ കൂടിയപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു, ചേട്ടാ വീഡിയോസ് എടുക്കരുത്, മോശമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനധൈര്യം കുറവുണ്ടെങ്കിൽ നിങ്ങൾ മാറിയിരിക്കണം, ഇത് കാണാൻ പറ്റിയൊരു കാഴ്ചയല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും നമ്മളെ പുച്ഛിച്ചു. ആരും മാറിയില്ല. ഞാൻ ഈ ഒരു ഫ്ലെക്സ് അങ്ങോട്ട് മാറ്റിയപ്പോൾ എല്ലാം അവിടെ നിന്ന് ഓടി. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം എന്ന് വെച്ചാൽ ഈ ബോഡി റിക്കവർ ചെയ്യാൻ കൊണ്ട് അവരുടെ വീട്ടുകാർ വന്നപ്പം അതിൽ ഒരു കൊച്ച് ഭയങ്കരമായിട്ടിരുന്ന് കരയുന്നുണ്ടായിരുന്നു. ഇവരൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴും പറഞ്ഞു, നിങ്ങൾ കൊച്ചിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇടതോ വലതോ ഒന്നുമില്ല, എവിടെയൊക്കെ കുത്തിക്കയറ്റും അവിടെയൊക്കെ കുത്തിക്കയറ്റും. അതേപോലെ ഈ ചേച്ചി കയറി വന്നിട്ട് നിയന്ത്രണം വിട്ട് ടോറസിൻ്റെ അടിയിലോട്ട് വീണതാണ്. 2 വീലും കൊണ്ട് കയറി ഇറങ്ങിയതേ ഉള്ളൂ. കാരണം ഒരു ഫ്രാക്ചർ ഓഫ് സെക്കൻഡിൽ ഒന്ന് മിന്നി മാഞ്ഞങ്ങ് പോയി. ഈ നമ്മുടെ ഈ കളമശ്ശേരി HMT ജംഗ്ഷനിൽ മറ്റേ 1 വേ ആക്കിയല്ലേ ഈ അടുത്തിടെ? 1 വേ ആക്കിയ സമയത്ത് ഇതുപോലെ തന്നെ ഒരു ചേച്ചി ടോറസിന്റെ അടിയിലേക്ക് ഇതുപോലെ തന്നെ കയറിപ്പോയിട്ടുണ്ട് ഒരു ചേച്ചി. ഞാൻ വരുന്നതിന് കുറച്ച് മുന്നായിരുന്നു, എന്നെ പൂക്കല പോലെ വിറച്ച് പറ്റുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചോദിച്ചോട്ടെ, അപ്പൊ ഈ കാട്ടിലൊക്കെ കയറി തൂങ്ങി എൻ്റെ ഒരു ഫോട്ടോ കിടപ്പുണ്ട്. ഒരു 1.5-1.5 ആയ ബോഡി നമ്മൾ റിക്കവർ ചെയ്യുമ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടാൽ എന്ത് പറയും? ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്നും കണ്ടിട്ടില്ല. എൻ്റെ പൊന്നോ, ഞാൻ പറഞ്ഞില്ല, അത്ര മനോധൈര്യമുള്ള ഒരാളല്ല ഞാൻ പറഞ്ഞില്ല. എനിക്കതൊക്കെ ഭയങ്കര, എനിക്കിനി ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് റിക്കവർ ആകാൻ ഞാൻ എത്ര സമയം എടുക്കുമെന്ന് അറിയാമോ? ഒരാളുടെ ലൈഫ് സ്റ്റോറി കേൾക്കുന്നതിലും പ്രശ്നമാണ് എനിക്കിത്. പക്ഷേ ഞാൻ കാര്യം പറയട്ടെ, എല്ലാ ആംബുലൻസ് ഡ്രൈവേഴ്സിനും പറയാൻ ഓരോ കഥകളാണ്. തീർച്ചയായും ഞാൻ മുന്നേ ഒരാളുടെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്, അതും ഇങ്ങനെ തന്നെ പറയും. എനിക്ക് പറഞ്ഞില്ല, എനിക്ക് കേൾക്കാൻ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനത് പറയണ്ട എന്ന് ആ പോർഷൻ പറയും. കാരണം
എനിക്ക് ബ്രീത്തിങ് പ്രശ്നമാകും, എനിക്ക് ആ ട്രോമ ഉണ്ടാകും. അതായത് ഞാൻ കണ്ടിട്ടില്ല, ഒരാളുടെ വിവരണത്തിൽ കൂടെ കേൾക്കുമ്പോൾ എനിക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാത്തത്. എന്താണെങ്കിലും എനിക്കൊരാഗ്രഹമാണ് വിജയ്ക്ക്, എൻ്റെ ഭയങ്കര ആഗ്രഹം സംസാരിച്ചപ്പോൾ, വിജയ്ക്ക് പറ്റുമെങ്കിൽ ആ പഠിത്തം എങ്ങനെയെങ്കിലും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. മറ്റൊന്നുമല്ല, താങ്കളുടെ പേരിലെ ഇൻസ്റ്റാ പേരിലെ ഡോക്ടർ ഒന്ന് എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട് കാണാൻ. ഒരു ടെലസ്കോപ്പ് ഒക്കെ ഇട്ട് വരാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. സീരിയസ്ലി വീട്ടില് അലമാരിൽ ഇരിപ്പുണ്ട് ടെലസ്കോപ്പ്. അതല്ല ഞാൻ പറഞ്ഞത്, വേറൊരു കാര്യം ഞാൻ പറയട്ടെ, എനിക്ക് സത്യം പറഞ്ഞാൽ വെറ്റിനോട് താല്പര്യം ഇല്ല ഇനി. അപ്പം ഞാൻ ഇനി എന്തായാലും ഇനിയൊരു കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുവാണെങ്കിൽ MBBS മാത്രമേ ഞാൻ നോക്കൂ. ഞാൻ പറയണത് നിങ്ങളുടെ സമയമൊന്നും കഴിഞ്ഞു പോയിട്ടില്ല. എല്ലാത്തിനും ഞാൻ പറഞ്ഞില്ല, ഇത്രയൊക്കെ പറയാൻ പറ്റുന്നത് നിങ്ങൾ ആരെങ്കിലും സ്പോൺസർ ചെയ്യും തീർച്ചയായും. നമുക്ക് ഫിനാൻസ് ആണ് പല കുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നത്. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഫിനാൻസ് ആണ് പലരും ഡ്രോപ്പ് ഔട്ട് ആവുന്നത്. ഇപ്പം ഈ പറയുന്ന പോലെ തന്നെ ഒരുപാട് ഇത് മെഡിക്കൽ ഫീൽഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പൈസയുണ്ട്. ഒരു ഡിഗ്രിക്ക് ചേർന്നിട്ട് പോലും സ്റ്റൈഫൻഡ് കിട്ടാതെ പഠിത്തം നിർത്തിപ്പോയ ഒരുപാട് ആദിവാസി കുട്ടികളെ എനിക്കറിയാം. ഞാൻ പറയണത് അത്രയും ഫീൽ ചെയ്തിട്ടാണ് ഞാൻ പറയണത്. വിദ്യാഭ്യാസം ഭയങ്കര വാല്യൂ. എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വളരെയധികം ശ്രദ്ധിച്ചൊരു കാര്യമാണ്, മെഡിക്കൽ ടൈം അറിയാവുന്നതുകൊണ്ട് തന്നെ ചെന്ന് ഡോക്ടർ ഇത് എന്താ കണ്ടീഷൻ നമുക്കൊരു മനസ്സിലാവുമല്ലോ. ഫസ്റ്റ് നോട്ടത്തിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഡോക്ടേഴ്സ് പോലും ഇവൻ ആരാടാ എന്നുള്ളൊരു ചിന്ത വരുന്നത് നമ്മൾ കുറഞ്ഞ ഒരു ആംബുലൻസ് ഡ്രൈവർ എന്നുള്ള ആ ജോലിയിൽ കാണണം. വിദ്യാഭ്യാസം മാത്രമാണോ? അതല്ല ഞാൻ പറഞ്ഞത്, വിദ്യാഭ്യാസവും വില തരുമെന്ന് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു. വിദ്യാഭ്യാസം വില തരും. വിദ്യാഭ്യാസം ഉള്ള ഒരാളുടെ ക്യാരക്ടർ ഉണ്ടോ? അത് ഞാൻ പറഞ്ഞില്ല, വിദ്യാഭ്യാസം വിവരവുമായി യാതൊരുവിധ ബന്ധവുമില്ല. അത് അവിടെ നിൽക്കട്ടെ. ഞാൻ വിവരം വേണം. വിവരമുള്ളത് കൊണ്ട് ഒരാൾക്ക് നന്നായി പെരുമാറണം എന്നുള്ള അങ്ങനെയില്ല. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച ഇത്രയേ ഉള്ളൂ. എനിക്ക് നിങ്ങൾ ഡോക്ടറായി കാണാം, നിങ്ങൾ MBBS എടുക്കാനാണെങ്കിൽ എനിക്ക് താല്പര്യമുണ്ട്. കാരണം നമ്മൾ എന്താണോ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്ത് നീറ്റ് എഴുതിയെടുത്ത ഒരാളാണ്. അത് എല്ലാവർക്കും പറ്റുന്നതല്ല. നമ്മൾ തമിഴ്നാട്ടിൽ പലപ്പോഴും കേട്ടിട്ടുണ്ട് നീറ്റ് എക്സാം കിട്ടാണ്ട് സൂസൈഡ് ചെയ്യുന്ന. അപ്പൊ എനിക്ക് നിങ്ങളോട് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. പിന്നെ ഒരു കാര്യം കൂടെ ചോദിച്ചാൽ ഇത് വൈൻഡപ്പ് ചെയ്യാം. മൂക്കുത്തി, കമ്മല്, ഇതൊക്കെ എന്ന് കുത്തിയതാണ്? ലൈക്ക് മൂക്കുത്തി ഞാനിപ്പം കുറച്ചായിട്ടുള്ളൂ. ഇതിപ്പോ ഈ ലാസ്റ്റ് ടൈം കുത്തിയതാണ്. ഇതും ഈ ടാറ്റു ഒക്കെ ലാസ്റ്റ് ടൈം കുത്തിയതാണ്. ഈ ടാറ്റുവിനൊരു വലിയ മീനിങ് ഉണ്ട്. ഐ കെയിം, ഐ സോ, ഐ കോങ്കർ. പിന്നെ ഇതൊക്കെ മുമ്പ് കുത്തിയാണ്. ഞാൻ ഈ ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ അല്ലായിരുന്നു. ഞാൻ പക്ക എന്താ പറയുക, ഒരു ടോട്ടലായിട്ട് ഒരു ബാഡ് സ്വഭാവം ഇല്ലാതെ പക്ക എൻജോയ് ചെയ്ത് ചിരിച്ച് കളിച്ച് നടന്ന ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരുന്നു. ഇല്ല, ഇപ്പോഴും ചീത്ത അങ്ങനെയൊന്നും നല്ലൊരു മനസ്സുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ലൈഫ് ഞാൻ ഇപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ താങ്ക് യു അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് എന്നോട് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എവിടെയും ഗീവ് അപ്പ് ചെയ്തിട്ടില്ല. ഓരോ സിറ്റുവേഷൻ വരുമ്പോഴും ഞാൻ എന്നെ തന്നെ പറഞ്ഞു പഠിപ്പിക്കും, ഇതല്ല ഇനിയും കിടക്കുന്നുണ്ട്, എന്തൊക്കെ അനുഭവിക്കാനാണ്. ലൈഫിലെല്ലാം അനുഭവിച്ചു. ബ്രേക്കപ്പ് പെയിൻ ആയാലും, അമ്മയുടെ അച്ഛനും പെയിൻ ആയാലും, പട്ടിണി ആയാലും, ഇപ്പോൾ ഈ വൈഫ് കളഞ്ഞിട്ട് പോയാലും, കൂട്ടുകാരൻ്റെ ചതിയായാലും, വാട്ടെവർ ഇറ്റ് ഈസ് ഞാൻ എല്ലാം അനുഭവിച്ച് എക്സ്ട്രീം ലെവലിൽ ഇരുന്നപ്പോഴും ഇപ്പോഴും ഇപ്പോൾ ഒരു എമർജൻസി ആയാലും വിളിച്ചാൽ ഇപ്പറയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞല്ലോ, അതൊരു ഒരു മനക്കെട്ടിയുണ്ട്. ആ മനക്കെട്ടിയാണ് മുന്നോട്ട് നയിക്കുന്നത്. പിന്നെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞോട്ടെ, ഇത് ഈ കാണുന്ന പ്രേക്ഷകർക്കുള്ളതാണ്. ഇപ്പോൾ കുറേ കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്ന ഒരു വാർത്ത ഞാൻ കേൾക്കുന്നുണ്ട്. ഓരോ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് മെസ്സേജ് വായിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, ലൈഫിൽ പ്രശ്നങ്ങൾ ഒരുപാട് വരും. നിങ്ങൾ ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കുറച്ച് നാൾ മാറ്റി വെക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, മരിക്കാനിരിക്കുന്നവൻ സോഷ്യൽ മീഡിയ തുറന്നാൽ നീ പോയി ചാവട എന്നുള്ള റീലേ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പം ഏറ്റവും കൂടുതൽ ട്രോമയിലെത്തിക്കും. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലേ, സങ്കടപ്പെടാൻ അങ്ങോട്ട് കണ്ണ് നിറഞ്ഞിരിക്കുമ്പോഴായിരിക്കും ഒരു റീല് വരും, അത് കണ്ട അപ്പം കരയും. ആ ലെവലിലൊക്കെ നമ്മളെ ട്രോമയിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ചെയ്യാൻ പറ്റുന്നവരും റിയാലിറ്റിയിൽ ഇറങ്ങും. വെളിയിൽ ഇപ്പോൾ ഒരു ചായ കുടിക്കുകയോ കുറേ പേരോട് കാര്യം പറയുക, അപ്പോൾ ഒരു സമാധാനം കിട്ടും. അതായത് റിയലൈസ് ദ വേൾഡ്. നിങ്ങൾക്ക് ചുറ്റുമുള്ളത് തിരിച്ചറിയുക. ഇതിലൊന്നും അല്ല ലൈഫ്, ഇതൊന്നും അല്ല. സത്യമായിട്ട് നേരാണ്. നമ്മൾ എവിടെയെങ്കിലും കാമായിട്ട് പീസായിട്ട് എവിടെയെങ്കിലും പോയിട്ട് അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ കിട്ടുന്ന ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു എൻജോയ്മെൻറ്റ്. സത്യം പറഞ്ഞാൽ ലാസ്റ്റ് ഞങ്ങളൊരു ട്രിപ്പ് പോയായിരുന്നു, ഉച്ചിലക്കുത്തെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലൊരു 40 ഏജുള്ള പുള്ളിയുണ്ട്. ഞാൻ നോക്കിയിട്ട് ദ ബെസ്റ്റ് മാനാണ് പുള്ളിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും പുള്ളി ആ ഒരു ADV 390 ആയിട്ട് ആ മല കയറാൻ ഞങ്ങളോട് വന്നു തന്നെ വലിയ കാര്യമാണ്. അതിൽ റെസ്പെക്റ്റാണ് എന്നോടെല്ലാവർക്കും. ഈ 2 കാലും വയ്യാതെ ഞാൻ എങ്ങനെ ഈ വണ്ടി എടുത്തുകൊണ്ട് മല കയറാൻ പോയതാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പ് വ്യൂവിൽ പോയി നിൽക്കുമ്പോൾ താഴെ തേനിയാണ്. അപ്പോൾ അത്രയും അടി പൊക്കത്തിൽ, ഒരു 3500-3600 അടി പൊക്കത്തിൽ ഞാൻ നിൽക്കി. അത് ആർക്കും അത് അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. തീർച്ചയായും നമ്മള് വേറൊരാളെ അല്ല ശരിക്കും ബോധിപ്പിക്കേണ്ടത്, നമ്മൾ വലിയ ആളാണ്, നമ്മളെയാണ്. എടാ നിനക്കിത് പറ്റും,
ഫസ്റ്റ് പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഈ ഇടയ്ക്കൊരു രമേഷ് പിഷായുടെ ഒരു കോട്ട് ഞാൻ കണ്ടതാണ് റീല് പോലെ. നമ്മൾ വലിയ മനുഷ്യരാണ്, നമുക്ക് മാത്രമേ ചിന്തയുള്ളൂ. ഇവിടെ കിടക്കുന്ന ഒരു മൃഗങ്ങൾക്കും ആ ഒരു ചിന്തയില്ല. സത്യമില്ലേ? അതെ. ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ഒരു മൃഗങ്ങൾക്കും അറിയില്ല അത് ബോർഡറാന്നുള്ള കാര്യം. ഇതൊക്കെ മനുഷ്യൻ ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. യെസ്, തീർച്ചയായും. എന്താണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡോക്ടറെ കാണാൻ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. മറ്റുള്ളതിനൊക്കെ നല്ല ഞാൻ വേറെ കാര്യം പറയാം. എക്സ്പെക്ടേഷൻസ് വെക്കരുത്, എനിക്കത് ഇഷ്ടമില്ല. കാരണം ഞാൻ ഇങ്ങനൊരു പറന്നു നടക്കുന്ന പക്ഷിയായതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് ചിലപ്പോൾ അടുത്ത കൊല്ലം എഴുതിയിട്ട് ചിലപ്പോൾ തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, ആസ് എ പേഴ്സൺ, അതിലപ്പുറം ആസ് എ സിസ്റ്റർ, ഐ ട്രസ്റ്റ് യു. ഓക്കെ, സെറ്റാക്കാം. താങ്ക് യു. താങ്ക് യു.